ശ്രീ മഹാദേവീ നമ. ശ്രീ ജഗദംബികായേ നമ. 25-ാമത്തെ അധ്യായത്തിലെ അംബികാ തോഷണം എന്നുള്ള ഭാഗമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേദവ്യാസൻ പറയുന്നു, സുഹൃത്തുക്കളുമായി അയോധ്യയിൽ പ്രവേശിച്ച സുദർശനൻ ആദ്യം പോയത് ശത്രുജിത്തിന്റെ അമ്മയായ ചെറിയമ്മയെ കാണാനാണ്. അതാണ് മഹത്വം. ധ്രുവകുമാരനും ഇങ്ങനെ ആയിരുന്നില്ലേ? ചെറിയമ്മയുടെ അടുത്ത് ഇരുന്ന് തൊഴുതുകൊണ്ട് സുദർശനൻ പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയുടെ അച്ഛനെയും മകനെയും സത്യമായി കൊന്നിട്ടില്ല. ദുർഗാ ഭഗവതിയാണ് അവരെ വധിച്ചത്. ആ കൃത്യം അനിവാര്യവുമായിരുന്നു. അമ്മേ, പുത്രശോകം മനസ്സിൽ നിന്ന് കളയൂ. സുഖവും ദുഃഖവും സ്വന്തം കർമ്മഫലം കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കൂ അമ്മേ. എനിക്ക് എൻ്റെ അമ്മയും ശത്രുജിത്തിന്റെ അമ്മയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അവിടുത്തെ ദാസൻ തന്നെയാണ് ഞാൻ. ആരായാലും നന്മ തിന്മകളുടെ ഫലം അനുഭവിച്ചല്ലേ തീരൂ. അതോർത്ത് ദുഃഖിക്കാതിരിക്കൂ. ദൈവേച്ഛ പോലെയാണ് കാര്യങ്ങൾ വന്നു ചേരുന്നത്. അതുകൊണ്ട് ദുഃഖിച്ച് ശരീരത്തിനെ ശോഷിപ്പിക്കാതിരിക്കൂ അമ്മേ. ഒരു പാവകളിക്കാരന്റെ പാവയെ പോലെ കർമ്മങ്ങൾക്കനുസരിച്ച് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുകയാണ്. അമ്മേ, എൻ്റെ ദുർവിധി കൊണ്ടാണ് ഞാൻ കാട്ടിലേക്ക് പോകേണ്ടി വന്നത്. എന്നിട്ട് ഞാൻ ഒട്ടും സങ്കടപ്പെട്ടിട്ടില്ലല്ലോ. എൻ്റെ വിധി ഇതായിരിക്കുമെന്ന് സമാധാനിച്ച് ജീവിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ മുത്തച്ഛൻ മരിച്ചതിനാൽ അമ്മ ഭയപ്പെട്ട് എന്നെയും കൂട്ടി കാട്ടിലേക്ക് പോകുകയായിരുന്നു. കൂടെ മന്ത്രിയായിരുന്ന വിദല്ലനും ഒരു ദാസിയും കൂടെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വസ്ത്രങ്ങളും പണവും എല്ലാം കൊള്ളക്കാർ തട്ടിപ്പറിച്ചു അമ്മേ. അങ്ങനെ വഴിയാധാരമായി തീർന്ന എൻ്റെ അമ്മ കൊച്ചുകുട്ടിയായ എന്നെയും കൊണ്ട് എങ്ങനെയൊക്കെയോ ഭരദ്വാജ ആശ്രമത്തിലെത്തി എന്നല്ലേ പറയേണ്ടു. അവിടെയുള്ള മുനിമാരും അവരുടെ പത്നിമാരും ഞങ്ങൾക്ക് കായ്കനികളും വരുന്നല്ലരി ചോറും തന്ന് സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അവിടെ ഞാൻ അവരുടെ സംരക്ഷണയിൽ വളർന്നു. റേഷൻ്റെ ചോറില്ല, പിന്നെ കൃഷി ചെയ്യാൻ വയലില്ല, അങ്ങനെ ഒന്നുമില്ല, ചോറ് ഒന്നുമില്ലല്ലോ. അപ്പൊ വരുന്നല്ലരിയിലെ ചോറ് കൊടുത്തു. അന്ന് ഞാൻ ദുഃഖിച്ചിട്ടില്ലാമേ. ഈ സുഖ സൗകര്യങ്ങളിൽ അധികമായി ആഹ്ലാദിക്കുന്നുമില്ല ഞാൻ. എനിക്കാരോടും ശത്രുതയില്ല. രാജഭോഗത്തെക്കാളും ശ്രേഷ്ഠം ആശ്രമ ഭക്ഷണം തന്നെയാണ്. നല്ല സുഖമായിരുന്നു ആ ഭക്ഷണം. സാത്വിക ഭക്ഷണം അല്ലേ? രാജഭോഗിക്ക് നരകവാസം അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഒരാശ്രമവാസിക്ക് അപ്രകാരം ഒരു അനുഭവം വരാൻ സാധ്യത കുറവാണ്. ഇന്ദ്രനിഗ്രഹം ചെയ്ത് ധർമ്മമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവൻ ജ്ഞാനിയാണ്. അങ്ങനെയുള്ളവന് നരകത്തിൽ പോകേണ്ടി വരില്ല. ഇത് സത്യം തന്നെ. ഈ ഭാരത ഭൂഖണ്ഡത്തിൽ ഒരു മനുഷ്യനായി ജനിക്കുവാൻ സാധിക്കുന്ന ദുർലഭമായ കാര്യമാണ് അമ്മേ. ഏത് ജന്മങ്ങളിലും ആഹാരം, നിദ്ര തുടങ്ങിയ സുഖങ്ങൾ അനുഭവിക്കാം. അന്യയോനിയിൽ ജനിക്കുന്നവർക്ക് സ്വർഗവും മോക്ഷപ്രാപ്തിയും ലഭിക്കുകയില്ല. അതുകൊണ്ട് മർത്യജന്മം ലഭിച്ചാൽ ധർമ്മം ആചരിക്കുക തന്നെ വേണം. ഈ കുട്ടി രാജകുമാരൻ അച്ഛന്റെ ഭാര്യയായ ഇളയമ്മക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളായതൊക്കെ. സുദർശനന്റെ സാരവാക്കുകൾ കേട്ട് ലീലാവതി ലജ്ജിതയായിപ്പോയി. ഇത്ര കാര്യമായിട്ട് ഈ കുട്ടി പറയുന്നു വിചാരിച്ചില്ല. പുത്രശോകം പാടയെ ഉപേക്ഷിച്ച് കണ്ണുനീരോടുകൂടി ഇപ്രകാരം പറഞ്ഞു, മകനെ, എൻ്റെ പിതാവായ യുധാജിത്ത് നിന്റെ മാതാമഹനെ കൊന്ന ഈ രാജ്യം ശക്തി ഉപയോഗിച്ച് പിടിച്ചു വാങ്ങി എൻ്റെ മകന് കൊടുത്തു. അതുകൊണ്ട് ഞാൻ തന്നെയാണ് തെറ്റുകാരി. അന്ന് എനിക്ക് എൻ്റെ അച്ഛനെയും മകനെയും ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല മകനെ. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. എല്ലാം അച്ഛനാണ് ചെയ്തത്. അവരുടെ മരണത്തിന് കാരണക്കാരൻ നീയല്ല. അവരുടെ കർമ്മഫലം തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഒട്ടും ദുഃഖമില്ല മകനെ. നീ എൻ്റെ മകൻ തന്നെയാണ്. മനോരമ എൻ്റെ സഹോദരിയുമാണ്. നിന്നോട് എനിക്ക് ദേഷ്യമോ പകയോ ഇല്ല. ഇനി നീ രാജ്യം ഭരിച്ച് ജനങ്ങളെ പരിരക്ഷിച്ചാലും ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് നിനക്ക് ഈ രാജ്യം ലഭിച്ചത്. ചെറിയമ്മയുടെ വാക്കുകൾ കേട്ട് അവരെ പ്രണമിച്ചതിന് ശേഷം സുദർശനൻ പണ്ട് തന്റെ അമ്മ താമസിച്ചിരുന്ന മണിമാളികയിലേക്ക് പോയി. പിന്നീട് മന്ത്രിമാരെയും ജ്യോതിശാസ്ത്രജ്ഞന്മാരെയും വിളിച്ചു വരുത്തി പറഞ്ഞു, ഞാനൊരു സ്വർണ്ണ സിംഹാസനം പണിയിച്ച് 4 പുരുഷാർത്ഥങ്ങളെയും പ്രദാനം ചെയ്യുന്ന ജഗദംബയെ പ്രതിഷ്ഠിച്ച് ആ ദേവിക്ക് ദാസനായി ശ്രീരാമാദികൾ രാജ്യം ഭരിച്ചതുപോലെ ധർമാനുസൃതനായി രാജ്യം ഭരിക്കുവാൻ തീർച്ചയാക്കിയിരിക്കുകയാണ്. അതിന് പറ്റിയ ശുഭമുഹൂർത്തം നിങ്ങൾ നിശ്ചയിക്കണം. സർവകാമനകളും സാധ്യമാക്കുന്ന ആ പരാശക്തി എല്ലാവരും ഭക്തിയോടെ പൂജിക്കുകയും വേണം. രാജാവിന്റെ കൽപ്പന കേട്ട മന്ത്രിമാർ ഉടനെ തന്നെ പ്രഗത്ഭരായ ശില്പികളെ വിളിച്ചു വരുത്തി മനോഹരമായ ദേവീക്ഷേത്രം പണിയിക്കുകയും പ്രതിഷ്ഠിക്കാനുള്ള ബിംബത്തെ സജ്ജമാക്കുകയും ചെയ്തു. അതിനുശേഷം വേദവിത്തുക്കളായ ബ്രാഹ്മണരെ ക്ഷണിച്ചു വരുത്തി യഥാവിധി പ്രതിഷ്ഠാകർമ്മം നടത്തുകയും ചെയ്തു.
ബ്രാഹ്മണരുടെ വേദമന്ത്രത്തിന് ശബ്ദവും വാദ്യഘോഷങ്ങളുടെ ശബ്ദവും കൊണ്ട് ക്ഷേത്രാങ്കണം മുഖരിതമായി. പ്രതിഷ്ഠാ മഹോത്സവം ജനങ്ങൾ ആഘോഷമാക്കി. ബിംബപ്രതിഷ്ഠയ്ക്ക് ശേഷം പൂജാവിധികൾ നിശ്ചയിച്ചു. അതിനുശേഷം സുദർശനൻ പൈതൃകമായി ലഭിച്ച രാജ്യം ധർമാനുസൃതമായി ഭരിക്കുവാൻ തീർച്ചയാക്കി. കോസല രാജ്യത്തിൽ ദേവിയുടെ ഖ്യാതിയും പ്രശസ്തി നേടി. സാമന്ത രാജാക്കന്മാരെയൊക്കെ ധർമ്മ മാർഗത്തിലൂടെ തന്റെ വശത്താക്കി. സൂര്യവംശജരായ രഘുവും ശ്രീരാമചന്ദ്ര പ്രഭുവും ഭരിച്ചതുപോലെ നീതിയും ക്ഷേമവും നടപ്പാക്കി രാജ്യം ഭരിച്ചു സുദർശനൻ. സർവ്വജനങ്ങളും 4 വർണ്ണാശ്രമ ധർമ്മങ്ങളും ആചരിച്ചു. സുദർശനന് സുന്ദരമായ കാഴ്ചയുള്ളവെന്നും പറയാം, കാണുന്നവരുടെ കണ്ണിന് മനോഹാരിത കൊടുക്കുന്നവെന്നും പറയാം. സർവ്വജനങ്ങളും 4 വർണ്ണാശ്രമ ധർമ്മങ്ങളും ആചരിച്ചു. അധർമ്മത്തിന് കണിക പോലും നാട്ടിലെങ്ങും ഇല്ലാതായി. കോസല രാജ്യത്തിലെ സാമന്ത രാജാക്കന്മാർ അവരവരുടെ ദേശത്തിലും ദേവീക്ഷേത്രങ്ങൾ പണിയിച്ച് ദേവീ പൂജ ആരംഭിച്ചു. എല്ലാവരും ഈ രാജാവ് ചെയ്യുന്നത് കണ്ടിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യാൻ തുടങ്ങി അർത്ഥം. ശശികലയുടെ അച്ഛനായ സുബാഹുവും കാശിരാജ്യത്തിൽ ദുർഗാക്ഷേത്രം നിർമ്മിച്ച് ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ച് ഭക്തി ആദരപൂർവ്വം പൂജ ആരംഭിച്ചു. കാശിയിൽ വിശ്വനാഥനെ നിന്ന പോലെ തന്നെ ദുർഗാദേവിയെ നാട്ടുകാർ പ്രേമഭക്തിപൂർവ്വം ആരാധിച്ചു തുടങ്ങി. അങ്ങനെ ദേവിയുടെ ഖ്യാതിയും നാടാകെ പ്രസിദ്ധമായി. എല്ലാവരിലും ഭക്തിയും വളർന്നു. ഭാരതത്തിലെ ഏത് വർണ്ണത്തിലുള്ളവർക്കും ദേവി സർവഥാ പൂജനീയയായി. വേദത്തിൽ പറഞ്ഞ മാതിരി സ്തുതികൾ ചെയ്തും നിത്യം സ്മരിച്ചും ശക്തിപൂജകൾ വിദ്യാമണം ചെയ്തും എല്ലാവരും ദേവി ഭക്തന്മാരായി. നവരാത്രങ്ങളിൽ ദേവി യജ്ഞങ്ങൾ, ഹോമങ്ങൾ, പൂജകൾ തുടങ്ങിയവ ചെയ്ത് പൂജിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തി. അങ്ങനെ സുദർശനന്റെ സിംഹാസനാരോഹണവും ദേവീ ക്ഷേത്ര സ്ഥാപനവും എന്ന 25-ാം അധ്യായം നമ്മൾ ദേവിയുടെയും ഭഗവാന്റെയും പാദങ്ങളിൽ സമർപ്പിച്ചു. പിന്നെ നമ്മൾ ഇപ്പൊ എന്താ നോക്കാൻ പോണത്? നവരാത്രിയുടെ വിധി. എങ്ങനെയാണ് നവരാത്രി ആഘോഷിക്കേണ്ടത് എന്ന് പറയുന്നു. ജനമേജയ രാജാവ് വ്യാസമഹർഷിയോട് ചോദിക്കുന്നു, മഹർഷി, നവരാത്രി വന്നു ചേർന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പ്രത്യേകമായി ശരൽക്കാലത്ത് ദേവീ പൂജ ഏത് പ്രകാരമാണ് ചെയ്യേണ്ടത്? അതിന്റെ ഫലങ്ങളും പൂജാവിധിയും അങ്ങ് എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണേന്ന് പറഞ്ഞു. അപ്പൊ വേദവ്യാസ മഹർഷി പറയണു, നവരാത്രി സമയത്തും ശരത്ത്, വസന്തം എന്നീ ഋതുക്കളിലും ദേവീ പൂജ വിദ്യാമണ്ണം ചെയ്യാം എന്നല്ല, ചെയ്യണം. ഈ 2 ഋതുക്കളിലും അസുഖങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. അതുകൊണ്ട് ശുഭകാംക്ഷികൾ ചണ്ഡികാ പൂജ ചെയ്തേ മതിയാകും. എല്ലാ മഹാമാരിയിൽ നിന്നും സർവനാശത്തിൽ നിന്നും രക്ഷപ്പെടാൻ ദേവീ പൂജ നടത്തണം. മേടം, തുലാം മാസങ്ങളിൽ ജ്ഞാനികൾ ചണ്ഡികാ പൂജ ചെയ്യണം. പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം അമാവാസി ദിവസം തന്നെ ചെയ്തു വെക്കണം. ഒരു നേരം മാത്രം അന്നം ഭുജിക്കണം. വൃത്തിയുള്ള നിരപ്പായ സ്ഥലത്ത് 16 മുഴം ചുറ്റളവോടുകൂടി തൂണുകൾ നാട്ടി മണ്ഡപം ഒരുക്കണം. വെള്ള മണ്ണും ചാണകവും ചേർത്ത് കുഴച്ച് നിലം മെഴുകണം. ഇതിന്റെ മധ്യത്തിലായി 1 മുഴം ഉയരത്തിൽ ദേവിയുടെ പീഠസ്ഥാനം ഒരുക്കണം. കൊടിതോരണങ്ങൾ കൊണ്ട് മണ്ഡപം അലങ്കരിക്കണം. വേദവിത്തുക്കളും വേദവും വേദാംഗങ്ങളും തോരണങ്ങൾ കൊണ്ട് മണ്ഡപം അലങ്കരിക്കണം. വേദാംഗങ്ങളും ആചരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ തലേ ദിവസം തന്നെ ക്ഷണിച്ചു വരുത്തണം. പ്രതിപദത്തിൽ അതിരാവിലെ തന്നെ നദിയിലോ അതുപോലെ തടാകത്തിലോ പോയി സ്നാനം ചെയ്യണം. പിന്നീട് യഥാവിധി ദ്വിജന്മാരെ വരിക്കണം. ഇന്നത്തെ പോലെ കുളിമുറി കയറി കുളകുളകുളോ അല്ലെങ്കിൽ പുറത്ത് പൈപ്പിന് പിടിച്ചിട്ടൊന്നും കുളിക്കുന്നതല്ല ശരിക്കും കുളി എന്നാണ് പറയുന്നത്. നദിയിലോ അല്ലെങ്കിൽ കുളത്തില് കുളിക്കാം എന്നാണ് തോന്നുന്നത്. അതെ, കുളത്ത് കുളിക്കാം. പിന്നീട് യഥാവിധി ദ്വിജന്മാരെ വരിക്കണം. അവരെ അർഘ്യവാദ്യങ്ങൾ നൽകി പൂജിക്കണം. യഥാശക്തി അവർക്ക് വസ്ത്രഭൂഷണങ്ങൾ നൽകി പ്രസാദിപ്പിക്കണം. പിന്നെന്താ വേണ്ടത്? പിന്നെ സമ്പന്നന്മാരാണെങ്കിൽ ഒട്ടും പിശുക്ക് കാട്ടരുത്. ബ്രാഹ്മണർ സന്തോഷിച്ചാലേ കർമ്മങ്ങളൊക്കെ ഭംഗിയായി നടക്കും. സപ്തശതീ സ്തവമോ ദേവീ ഭാഗവതോ പാരായണത്തിനായി 3, 5, 9 ബ്രാഹ്മണരെ വരിക്കണം. പാരായണം ചെയ്യുന്ന ബ്രാഹ്മണർ സാത്വികനായിരിക്കണം. വെള്ളപ്പട്ട് വിരിച്ച പീഠത്തിൽ 4 തൃക്കൈകളിലും ദിവ്യായുധങ്ങൾ ധരിച്ച ദേവിയെ പ്രതിഷ്ഠിക്കണം. ദിവ്യഭൂഷകളും രത്നാഭരണങ്ങളും മുത്തുമാലകളും അണിഞ്ഞ് 18 കരങ്ങളോടുകൂടി സിംഹാരൂഢയായ ദേവിയെയും പ്രതിഷ്ഠിക്കാം. ബിംബമില്ലെങ്കിൽ നവാക്ഷരി യന്ത്രവും ആവാം. വേദമന്ത്രങ്ങൾ ജപിച്ച് ശുദ്ധി വരുത്തിയ പുണ്യതീർത്ഥം നിറച്ച
കലശങ്ങളിൽ സ്വർണവും രത്നങ്ങളും പഞ്ചപല്ലവങ്ങളും ഇട്ട് അടുത്ത് തന്നെ വെക്കണം. മംഗളവാദ്യഘോഷങ്ങളും ഗീതങ്ങളും ആലപിക്കണം. പ്രതിപദ തിഥിയിൽ അത്തം നക്ഷത്രം വന്നാൽ അത്യുത്തമമായി കേട്ടോ. അങ്ങനെ കിട്ടിയ വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നില്ലേ, അതുപോലെ അശുഭദിനത്തിൽ പൂജ നടത്തിയാൽ സർവാഭിഷ്ട സിദ്ധിയാണ് ഫലം. ആദ്യം മംഗളകരമായി പൂജ നടത്തിത്തരാൻ സങ്കല്പിക്കണം. ഉപവസിച്ചുകൊണ്ടോ ഒരു നേരം മാത്രം ഭുജിച്ചോ പൂജ ചെയ്യാം. സങ്കല്പ പൂജയാണ് ആദ്യം ചെയ്യേണ്ടത്. ദേവിയോട് പ്രാർത്ഥിക്കണം, അമ്മേ, ഞാൻ നവരാത്രി വ്രതം എടുക്കുവാൻ ആഗ്രഹിക്കുന്നു, അവിടുന്ന് അത് മംഗളമായി നടത്തിത്തരണേ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കണം അമ്മയോട്. ആദ്യം സങ്കല്പിച്ച് പൂജ ചെയ്യണം. പിന്നീട് മന്ത്രപൂർവ്വം പൂജ ആരംഭിക്കണം. അഷ്ടഗന്ധം പുകക്കണം. മന്ദാരം, പിച്ചി, ചമ്പകം, അശോകം, ബില്വം തുടങ്ങിയ പുഷ്പങ്ങളെ കൊണ്ട് അർച്ചന ചെയ്യണം. ധൂപദീപങ്ങൾ കൊണ്ട് ഭഗവതിയെ ആരാധിക്കണം. ആദ്യം അർഘ്യം നൽകിയതിനു ശേഷം പഴം, നാളികേരം, നാരങ്ങ, ചക്കപ്പഴം, ദാടിമ, മാതളം തുടങ്ങിയ ഫലങ്ങൾ നിവേദിക്കാം. മാംസം പൂജിക്കുന്നവർക്ക് ജന്തുഹിംസ ചെയ്ത് മാംസം നിവേദിക്കാം. പന്നി, പോത്ത്, ആട് തുടങ്ങിയ മൃഗങ്ങളെ ബലി കഴിച്ച് മാംസം നിവേദിക്കാം. ദേവീ സന്നിധിയിൽ കൊല്ലപ്പെട്ട മൃഗങ്ങൾക്ക് സദ്ഗതിയാണ് ഫലം. ദേവീ പൂജക്ക് ഹിംസ ചെയ്താൽ പാപമാവില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഹോമം ചെയ്യാൻ ത്രികോണാകൃതിയിൽ ഹോമകുണ്ടം നിർമ്മിക്കണം. ചതുരത്തിലും ആവാമെന്നും പറയുന്നുണ്ട്. അനാദരത്തിലുള്ള വിശേഷ ദ്രവ്യങ്ങൾ ത്രികാലങ്ങളിൽ സമർപ്പിക്കണം. പൂജ ചെയ്യുന്നാൾ വെറും നിലത്ത് കിടക്കണം. പാട്ടും നൃത്തവുമായി ഉത്സവം പോലെ ആഘോഷിക്കണം. നവരാത്രി പൂജയിൽ കുമാരി പൂജക്ക് വളരെ പ്രാധാന്യമുണ്ട്. കുമാരിമാർക്ക് വസ്ത്രഭൂഷാദികൾ നൽകി പൂജിക്കണം. ശക്തിക്കനുസരിച്ച് എത്ര കുമാരിമാരെ വേണമെങ്കിലും പൂജിക്കാം. നവരാത്രിയിൽ ഓരോ ദിവസവും കൂട്ടിക്കൂട്ടി എത്ര വേണമെങ്കിലും ആവാം. ഒരു കുമാരിയെ തന്നെ പൂജിച്ചാലും മതി. എല്ലാം യഥാശക്തി പോലെ ചെയ്യാം. 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ളവരെയാണ് കുമാരി പൂജയ്ക്ക് ഇരുത്തേണ്ടത്. 1 വയസ്സിന് താഴെയുള്ളവർ ഗന്ധാദി സുഖങ്ങളെ അറിയാൻ കഴിയാത്തതിനാൽ അവർ പൂജാർഹയല്ല. 10 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളെയും കുമാരി പൂജയിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല. 2 വയസ്സായ പെൺകുട്ടിയെ കുമാരി എന്നും, 3 ത്രിമൂർത്തി എന്നും, 4 കല്യാണി എന്നും, 5 രോഹിണി എന്നും, 6 വയസ്സായാൽ കാളിക എന്നും, 7 വയസ്സായാൽ ചണ്ഡിക എന്നും, 8 ശാംഭവി എന്നും, 9 വയസ്സായാൽ ദുർഗയും, 10 വയസ്സായാൽ സുഭദ്രയുമാണ് എന്നാണ് പറയുന്നത്. കുമാരിയെ പൂജിച്ചാൽ ദുഃഖദാരിദ്ര്യങ്ങൾ നശിക്കും. ആയുർബലവും ധനവും വർദ്ധിക്കും. ശത്രുക്കൾ നശിക്കും. ത്രിമൂർത്തിയെ പൂജിച്ചാൽ ആയുസ്സും ധനവും ധർമാർത്ഥ കാമമോക്ഷങ്ങളും പുത്രപൗത്ര അഭിവൃദ്ധിയും ഉണ്ടാകും. കല്യാണിയെ പൂജിച്ചാൽ വിദ്യാവിജയവും രാജ്യവും പ്രതാപവും സുഖസമൃദ്ധിയും ലഭിക്കും. കാളികാപൂജയുടെ ഫലം ശത്രുനാശമാണ്. ചണ്ഡികാപൂജ ചെയ്താൽ ഐശ്വര്യവും ധനസമൃദ്ധിയും ഉണ്ടാകും. ശാംഭവി പൂജ ചെയ്താലോ അത് ദുഃഖദാരിദ്ര്യത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കും. യുദ്ധത്തിൽ ജയവും വശ്യത്തിനും അത് വിശേഷമാണ്. ദുർഗാപൂജ നടത്തിയാലോ ദുഷ്ടശത്രുക്കളെ ഇല്ലാതാക്കാനും ഉഗ്രകർമ്മങ്ങൾ സാധ്യമാവാനും ഫലപ്രദമാണ് കേട്ടോ. സുഭദ്രയെ പൂജിച്ചാൽ സർവ അഭിഷ്ടസിദ്ധിയും നേടാം. അങ്ങനെ ഓരോരുത്തരെ പൂജിച്ചാലുള്ള ഫലസിദ്ധി വ്യാസമഹർഷി ജനമേജയ രാജാവിനോട് പറഞ്ഞു കൊടുത്തു. നിശേഷ രോഗശാന്തിക്കായി രോഹിണി പൂജ ചെയ്യണം. ശ്രീരസ്തു എന്ന മന്ത്രം കൊണ്ട് കുമാരിയെ പൂജിക്കണം. കുമാര തത്വങ്ങളെയും ബ്രഹ്മാദിദേവന്മാരെയും സൃഷ്ടി ചെയ്യുന്ന കുമാരിയെ നമസ്കരിക്കാം. ആരാണോ സത്വാദി ഗുണങ്ങൾ എന്ന് ലക്ഷ്മി തുടങ്ങിയ 3 മൂർത്തി ഭേദം സ്വീകരിക്കുന്നത്, ആർക്കാണോ ആ ഗുണഭേദം കൊണ്ട് അനേകം രൂപങ്ങൾ ഉണ്ടാകുന്നത്, ആരാണോ ത്രികാലത്തിലും വ്യാപിച്ചും എന്നാൽ കാലത്രയങ്ങളെ ബാധിക്കാതെയും ചിദ്രൂപിണിയായി സ്ഥിതി ചെയ്യുന്നത്, ത്രിമൂർത്തിയെ നമസ്കരിക്കാം. നിരന്തരം പൂജിക്കുന്ന ഭക്തന്മാർക്ക് സർവമംഗളം അതുപോലെ അഭിഷ്ടങ്ങളും നൽകുന്ന കല്യാണിയെ ഭക്തിയോടെ നമസ്കരിക്കാം. സർവഭൂതജാലങ്ങളുടെയും മുജ്ജന്മങ്ങളിൽ സഞ്ചിതമായിരിക്കുന്ന കർമ്മബീജങ്ങളെ ആരാണോ അങ്കുരിപ്പിക്കുന്നത്, ആ രോഹിണിയെ നമസ്കരിക്കാം. പ്രളയാവസാനത്തിൽ ചരാചരങ്ങളെ ആരാണ് സംഹരിക്കുന്നത്, ആ കാളിയെ നമസ്കരിക്കാം. ചണ്ഡപാപങ്ങളെ നശിപ്പിക്കുന്നോളും ചണ്ഡമുണ്ടാസന്മാരെ വധിച്ചോളും ചണ്ഡരൂപിണിയുമായ ചണ്ഡികയെ നമസ്കരിക്കാം. വേദങ്ങൾ വാഴ്ത്തുന്നവളും വേദങ്ങൾക്ക് കാരണഭൂതയുമായ ശാംഭവിയെ നമസ്കരിക്കാം. ദുർഘടങ്ങളിൽ നിന്നും ഭക്തരെ രക്ഷിക്കുന്ന ദേവന്മാർക്ക് പോലും ശരിയായ വിധത്തിൽ മനസ്സിലാക്കാൻ അസാധ്യയായ
ദുർഗയെ നമസ്കരിക്കാം. ഭക്തന്മാർ സദാ പൂജിക്കുകയും അവർക്ക് ഭദ്രത്തെ നൽകുന്നതുമായ സുഭദ്രയെ നമസ്കരിക്കാം. ശ്രേഷ്ഠങ്ങളായ വസ്ത്രഭൂഷകളെ കൊണ്ടും പൂമാല, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയെ കൊണ്ട് കന്യകമാരെ ഈ മന്ത്രങ്ങളെ കൊണ്ട് പൂജിക്കണം. അങ്ങനെ നവരാത്രി പൂജാവിധി എന്ന 26-ാം അധ്യായം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീഹരേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ.